എൻ്റെ പേര് ധന്യ. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ, എൻ്റെ സഹോദരിയാണ്. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളുങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉടമ്പടിയിലാണ്. ഒന്നാമതായി ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 എൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായ ഒരു ജോലി ഇല്ലായിരുന്നു. എപ്പോഴും ഉടമ്പടിയിൽ പുതുക്കി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പലതവണ അംഗൻവാടിയിൽ അപ്ലൈ ചെയ്യുമായിരുന്നു ജോലിക്ക് വേണ്ടി. പക്ഷേ സ്ഥിരമായ ഒരു ജോലി അമ്മയ്ക്ക് ലഭിക്കുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2018 അമ്മയ്ക്ക് സ്ഥിരമായ ജോലി ലഭിച്ചു. 23 വർഷമായിട്ട് അമ്മയ്ക്ക് ജോലി ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അമ്മയ്ക്ക് സ്ഥിരമായ ജോലി ലഭിക്കുന്നത്. രണ്ടാമതായി സാക്ഷ്യം പറയുന്നത് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം നശിച്ചു പോയായിരുന്നു. ഞങ്ങൾ ഉടമ്പടി സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പല സ്കീമുകളിലും അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വഴിയും ഇല്ലായിരുന്നു ഒരു വീട് കിട്ടുവാനായിട്ട്. ഞങ്ങൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ റിജക്റ്റായി പോകുമായിരുന്നു. മാതാവിനോട് ഉടമ്പടിയിൽ സമർപ്പിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2020 ഒരു 2 നില ഭവനം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. യാതൊരു കടബാധ്യതയും കൂടാതെ ഞങ്ങൾക്ക് ആ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ വീട് പണിക്ക് മുന്നേ ഞങ്ങൾ ഈ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച് അച്ഛൻ തന്ന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മൂന്നാമതായി ഞാൻ ജർമ്മൻ എക്സാം പഠിക്കുമായിരുന്നു. ഞാൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ എല്ലാ മൊഡ്യൂളും പാസ്സാകാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ചേച്ചിയും ജർമ്മൻ എക്സാം പഠിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്കും ഫസ്റ്റ് ചാൻസ് തന്നെ B2 കംപ്ലീറ്റ് പാസ്സാകാൻ സാധിച്ചു. ഒരു നേഴ്സായി എനിക്ക് ജർമ്മനിയിൽ അവിടുത്തെ ലൈസൻസ് എക്സാം പാസ്സാകാനായിട്ടുണ്ടായിരുന്നു. വളരെ ടഫേറിയ എക്സാം ആയിരുന്നു അത്. 2 ചാൻസേ ഉള്ളൂ ആ എക്സാം പാസ്സാകാൻ. ഞാൻ മാതാവിനോട് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച കാശുരൂപവും കൊന്തയും പിടിച്ച് എക്സാമിന് പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഞാൻ പഠിച്ച ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് എക്സാമിന് ചോദിച്ചുള്ളൂ. നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ജർമ്മനിയിൽ എനിക്കൊരു വീടില്ലായിരുന്നു. വീടിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ജർമ്മനിയിൽ ഒരു വീടും നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പറ്റി പറയുകയാണ്. അതായത് ഞങ്ങൾ മരിയ ഭക്തി കൂടുതലായിട്ടുള്ള ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ഇടവക പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ളതാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ കുടുംബമായി പങ്കുചേരാറുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും. പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിലും പങ്കുചേരാറുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്ക് സ്റ്റാറ്റസ് വഴിയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്, ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഞായറാഴ്ച ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒരു പൊതിച്ചോറ് വിതരണത്തിൽ പങ്കുചേരാറുണ്ട്. പിന്നെ നമ്മുടെ ജർമ്മൻ എക്സാം പാസ്സാകാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്. അവർക്ക് ഞാൻ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാം തിരുവചനം. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഇവിടെ ധന്യയും കുടുംബവും കുടുംബത്തിലെല്ലാവരും തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. ഒരു ഉടമ്പടി കൂട്ടായ്മയുടെ ഒരു ജീവിതമാണ് അവരുടെ കുടുംബത്തിലുള്ളത്.
ധന്യയ്ക്കും കുടുംബത്തിനും ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് അവർക്ക് ഈശോ നൽകിയ ഒരു കൊയ്ത്തിൻ്റെയും അവർ വിതച്ചതിൻ്റെയും അവർ കൊയ്തെടുത്തതിൻ്റെയും ഒരു കണക്ക് ബോധിപ്പിക്കലായിരുന്നു ഇപ്പോൾ നാം ഈ അൾത്താരയിൽ കേട്ടത്. ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ മക്കളും തങ്ങളെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ വളരെ പെട്ടെന്നാണ്. ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ നിങ്ങളൊരൊറ്റ പ്രാർത്ഥന ചൊല്ലിയാൽ മതി, എന്നെ കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നൊരൊറ്റ വരി പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ അൾത്താരയിൽ കയറി ഇന്ന് നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ധന്യയുടെ കുടുംബവും ചെയ്തിരിക്കുന്നത്. അവർ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് വിതച്ചത്. അവർ സ്വീകരിച്ച എല്ലാ വചനവിത്തും അവർ സ്വായത്തമാക്കി. അവർ വചനം ജീവിതത്തിൽ ജീവിച്ചപ്പോഴാണ് അവർക്ക് വചനം മാംസമായി അവർക്കൊരു വലിയ കൊയ്ത്ത് നടന്നത്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, പ്രത്യാശയോടെ കൊയ്യുന്നവർ, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെ കൊയ്യുന്നവർക്കെല്ലാം 60 മേനിയും 100 മേനിയും വിളവ് ലഭിക്കും എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ധന്യയുടെ കുടുംബത്തിന് ലഭിച്ചത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. ഇവർക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഇവിടെ പരിശുദ്ധ അമ്മ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛനോട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. ഇപ്പോൾ അമ്മയുടെ നെഞ്ചിലൊരു സമയഘടികാരമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ ജീവിത ദുരന്തങ്ങളിലും അമ്മ നമ്മെ സംരക്ഷിക്കും. നിങ്ങൾ എത്ര തന്നെ വലിയ ജീവിത പ്രശ്നങ്ങളായാലും ആ സമയം ഞാൻ വളരെ ചുരുക്കി നിങ്ങളെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും എന്ന ഒരു മെസ്സേജാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛന് നൽകിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് അമ്മ ഇപ്പോൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിലെ വലിയൊരു സങ്കടമായിരുന്നു, അമ്മ 23 വർഷമായിട്ട് ഒരു അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും അവർ ഒരു സ്ഥിര ജോലി ലഭിക്കാനായി അപ്ലൈ ചെയ്യും, അതിനുള്ള എല്ലാ സാധ്യതകളും വരും, പക്ഷേ അവർക്കത് ലഭിക്കുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് 3-ാമത്തെ മാസം കഴിഞ്ഞ് ആദ്യത്തെ പുതുക്കലിൽ തന്നെ അമ്മയ്ക്ക് അവിടെ സ്ഥിരമായി അംഗൻവാടിയിൽ ജോലി ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2018 അവരുടെ വീട് ആ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് വീട് ലഭിക്കുകയില്ല, മറ്റു കാറ്റഗറികൾക്കെല്ലാം ലഭിക്കുമ്പോൾ ഇവർ വളരെ സങ്കടത്തോടു കൂടി നോക്കിയിരുന്ന് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 1 വർഷത്തിനുള്ളിൽ ഒരു കടം കൂടാതെ അവർക്കൊരു നല്ല ഭവനം പരിശുദ്ധ അമ്മ പണിതു കൊടുത്തു. 2 നിലയുള്ളൊരു വീട് അവർക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. നമുക്കറിയാം, വളരെ പെട്ടെന്ന് ഒരുപാട് കാലം നമുക്ക് ലഭിക്കാതിരുന്നൊരു കാര്യം പരിശുദ്ധ അമ്മയെ സമീപിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പ്രാപിച്ചു തരുന്നത്. നമുക്ക് ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ ഉടമ്പടി കാലത്ത് നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ആനുപാതികമായി നാം ഈശോയോട് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ധന്യയുടെ കുടുംബം എന്നിവിടെ കയറി വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാനാണ്. അതുപോലെ തന്നെ ധന്യ പറയുകയായിരുന്നു, ഞാനും എൻ്റെ ചേച്ചിയും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിന്ന് ജർമ്മനിയിൽ ലൈസൻസ് എക്സാം പാസ്സായി. ഫസ്റ്റ് 2 ചാൻസ് മാത്രമുള്ള ഒരു ലൈസൻസ് എക്സാമിന് ഞാൻ പഠിച്ച ചോദ്യങ്ങൾ മാത്രം പരിശുദ്ധ അമ്മ എനിക്ക് അതിനുത്തരം നൽകാനായി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഞാൻ എപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അമ്മയുടെ സാന്നിധ്യം കൂട്ടിക്കൊണ്ടാണ് ഞാൻ എല്ലാ അവസ്ഥയിലും, എൻ്റെ പരീക്ഷയിലായാലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലെല്ലായിടത്തും ഞാൻ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അതുപോലെ ഞാൻ തനിച്ചായിരുന്ന സമയത്ത് എനിക്കൊരു റെൻറ്റഡ് ഒരു വീട് വേണമായിരുന്നു. പരിശുദ്ധ അമ്മ എല്ലാം ഒരുക്കി കൊടുത്തു. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് ഒട്ടും തന്നെ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അമ്മയാണ് നമുക്ക് ഉടമ്പടി തന്നിരിക്കുന്നത്, അമ്മയാണ് നമ്മുടെ നിയോഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കുടുംബം വളരെ ആധ്യാത്മികമായി നല്ല ഒരു കുടുംബമാണ്. ഇവർ അൾത്താരയിൽ, ഇടവകയിൽ, ഗായക സംഘത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വളരെ മരിയ ഭക്തിയുള്ളവരാണ്. ഈശോയെയും മരിയ മാതാവിനെയും വിശുദ്ധരെയും എല്ലാം വളരെയധികം സ്നേഹിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബം എപ്പോഴും ഇവർ പറയുകയായിരുന്നു, സിസ്റ്റർ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കും എന്നൊരു വലിയ ഉറപ്പാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നൽകുന്നത്. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനുള്ള കൃപയും അഭിഷേകവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്ക് അഭിഷേകത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.